ഹലോ ഹായ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ കിച്ചൂസ് കുറുമ്പി. അപ്പൊ ഇന്ന് ഓൺ വോയിസ് ആയിട്ട് വന്നിട്ടുള്ളത് കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ടൊന്ന് പറയാൻ വേണ്ടിയിട്ടാണ്, ഒന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. അതിനേക്കാൾ ഉപരി ഒരുപാട് സന്തോഷത്തോടെ തന്നെയാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കേട്ടോ. അപ്പൊ ഇതിന് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാരണം എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾ ഒരു 10 ദിവസം മുന്നേ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്നത്തേക്ക് 10ാമത്തെ ദിവസമായി ആ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ട്. വീഡിയോ അപ്ലോഡ് ചെയ്ത്, അതായത് ഇന്നിപ്പോ വെള്ളിയാഴ്ചയാണ്. ഇപ്പൊ ഞാൻ ഇന്ന് ഓൺ വോയിസ് ആയിട്ട് നിങ്ങൾ വീഡിയോ എടുക്കണത് ബുധനാഴ്ച ആയപ്പോഴത്തേക്കും നമുക്ക് ആ ഒരു വീഡിയോസ് 1 lakh ആയിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ അതിന്റെ ഒരു വ്യൂസ് എന്ന് പറയുമ്പോൾ 1,80,655 പേര് ഈ ഒരു സമയം വരെ നമ്മുടെ ആ വീഡിയോസ് കണ്ടു എന്നുള്ളതാണ്. ഒരുപാട് സന്തോഷം. പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. ആ വീഡിയോ കണ്ട് അതിന്റെ കൂടെ നിന്ന് നമുക്ക് ഒരുപാട് നല്ല നല്ല മെസ്സേജുകൾ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. വീഡിയോ വളരെ ചെറിയ, ലെങ്ത് കുറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ആണ്. എനിക്ക് തോന്നുന്നു 5 മിനിറ്റ് 44 സെക്കൻഡ് അത്രയ്ക്ക് വന്നിട്ടുള്ളൂ. ഒരു 6 മിനിറ്റിനുള്ളിലുള്ള ഒരു വീഡിയോ ആണത്. അപ്പൊ ഞാന് എവിടുന്ന് തുടങ്ങണം എന്നുള്ള എനിക്കറിയില്ല. നമ്മളൊക്കെ ഫോർ എക്സാമ്പിൾ ഉദാഹരണം പറയാണ്. നമ്മുടെ വീട്ടിലേക്ക് ഒരാള് ഒരു നേരത്തെ ഭക്ഷണം ചോദിച്ചു വരികയാണ്. ആ ഭക്ഷണം ചോദിച്ച് നമ്മുടെ വീട്ടിലേക്ക് ഒരാൾ വരുമ്പോ നമ്മൾ ഫസ്റ്റ് ആ ആളോട് നിങ്ങൾ ഏത് മതത്തിൽപ്പെട്ട ആളാണെന്നാണോ ചോദിക്കുക, അല്ലെങ്കിൽ കയറി ഇരിക്കൂ എന്ന് പറഞ്ഞിട്ട് അയാൾക്ക് നമ്മൾ ആ ഒരു നേരം കഴിക്കാനുള്ള ഭക്ഷണം കൊടുക്കുകയാണോ ചെയ്യുക? കമന്റ് എന്തായാലും നിങ്ങൾ അറിയും, താഴെ എഴുതണം കേട്ടോ. ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചാൽ, എന്താണ് നമ്മളെ വീട്ടിലുള്ളത് ആ ഫുഡ് നമ്മൾ കൊടുക്കും. അല്ലാതെ നമ്മൾ ആകെ ചോദിക്കുന്നത് ചിലപ്പോൾ എവിടുന്നാണ് വരുന്നത്, അത് ചിലപ്പോൾ നമ്മൾ ചോദിക്കണ്ടാവും. എന്താ പേര്, അതും ചോദിക്കും. നിങ്ങൾ ഏത് മതത്തിൽപ്പെട്ട ആളാണ് അല്ലെങ്കിൽ ഏത് ജാതിയിൽപ്പെട്ട ആളാണെന്നുള്ളത് ഒരിക്കലും ഒരാൾ ചോദിക്കില്ല. ഇല്ലല്ലോ. അപ്പൊ എനിക്ക് ശരിക്കും ഇങ്ങനത്തെ ഒരു വീഡിയോ കണ്ടില്ല കേട്ടില്ല എന്ന് നടിച്ചാൽ മതി. പക്ഷേ ഒരാളാണെങ്കിലും ഒരു നെഗറ്റീവ് കമന്റ് വന്നിട്ടുണ്ട്. ഒന്നല്ല, 2-3 നെഗറ്റീവ് കമന്റ് വന്നിട്ടുണ്ട്. ചിലപ്പോ അത് ഫേക്ക് ഐഡിയ ഉണ്ടാക്കിയിട്ട് നമുക്ക് അയച്ചതാവാം. അപ്പൊ നമ്മൾ അവരെ പേരൊന്നും പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല. എന്താണ്, ജിഹാദികളുടെ ഫുഡ് കഴിക്കാൻ നാണമില്ലേ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒരാള്. പിന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇതെന്താ ഹറാമായ ഭക്ഷണമാണ്, ഇസ്ലാമിൽ ഇങ്ങനെ ഒരു ആചാരമില്ല. പിന്നെന്താണ്, നിനക്ക് നാണമില്ലേ, ഇത് തുപ്പിയിട്ടുള്ള ഫുഡാണ്, തുപ്പല് കൊണ്ട് ഉണ്ടാക്കുന്ന ഫുഡാണ്, പിന്നെ അതുകൊണ്ടാണ് അതിന് രുചി കൂടുതൽ. പിന്നിപ്പോ എന്താണ്, ഇങ്ങനെ കുറച്ച് കമന്റുകൾ വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങളൊക്കെ എനിക്ക് തോന്നുന്നു ജനിച്ച നാടൊന്നുമല്ല. അപ്പൊ ഞാൻ ആ വീഡിയോ എടുത്ത ശരിക്കും സ്ഥലം എന്ന് പറയുന്നത് മലപ്പുറം ജില്ലയിലെ പിന്നെ അമരമ്പലം പഞ്ചായത്തിൽ ഉൾപ്പെടുന്ന, അതായത് നിലമ്പൂർ താലൂക്കിലെയും അമരമ്പലം പഞ്ചായത്തിൽ ഉൾപ്പെടുന്ന ഒരു പൊട്ടിക്കൽ എന്ന് പറഞ്ഞ ഒരു എന്താ പറയാ കുഞ്ഞ് മലയോര ഗ്രാമപ്രദേശമാണത്. അവിടെ ആ നാട്ടിൽ ഞാൻ വന്നത് എന്ന് പറയുന്നത്, എനിക്ക് തോന്നുന്നത് എന്റെ അമ്മയൊക്കെ പറഞ്ഞു കേട്ടുള്ള അറിവ് വെച്ചിട്ട് 2 വയസ്സുള്ളപ്പോഴാണെന്നാണ് തോന്നുന്നത്. എന്റെ ബർത്ത് പ്ലേസ് ഒന്നല്ല, ഞാൻ ജനിച്ച സ്ഥലമൊന്നുമല്ല. പക്ഷെ ജനിച്ച സ്ഥലം പോലെ തന്നെയാണ്. ജനിച്ച സ്ഥലം തന്നെ ഒരാൾക്ക് എന്താ പറയാ ജീവിക്കണം എന്നൊന്നുമില്ലല്ലോ. അപ്പൊ ഞാൻ ചെറിയ കുട്ടിയാകുമ്പോ തന്നെ വന്നിട്ടുള്ള ഒരു സ്ഥലമാണത്. ഇന്നിപ്പോ ഈ ഒരു വയസ്സ് വരെ 34 വയസ്സായിട്ടുണ്ട് എനിക്ക്. ആ ഒരു സമയം വരെ ഞാൻ ജീവിച്ചിട്ടുള്ള ഒരു സ്ഥലം കൂടിയാണത്. അപ്പൊ അത്രയും ആ ഒരു പഴക്കമുണ്ട് ഈ ഫുഡ് കഴിക്കാനും, അല്ലെങ്കിൽ ഇവരെ പോലുള്ള ആളുകളെ ഞാൻ കാണാൻ തുടങ്ങിയിട്ടും അത്രയും തന്നെ പഴക്കമുണ്ട്. ഇതിന്റെ ഞാൻ പറഞ്ഞല്ലോ, കൂടുതൽ കാര്യങ്ങളൊന്നും എനിക്ക് അതിനെക്കുറിച്ച് അറിയൊന്നുമില്ല പറയാന്. പക്ഷേ ഞാനൊക്കെ ചെറിയ കുട്ടിയാവുമ്പോ തന്നെ, അല്ലെങ്കിൽ ഒരു 1ാം ക്ലാസ് എന്ന് പറയാം, 2ാം ക്ലാസ് മുതൽ എന്ന് പറയാം, ആ ഒരു സമയത്ത് തന്നെ ഈ പള്ളിയിലേക്ക് വരി നിൽക്കും എല്ലാവരും. അതായത് അവിടെ ഹിന്ദുസിന് വേറെ വരി അല്ലെങ്കിൽ മുസ്ലിംസിന് വേറെ വരി അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. വരി നിൽക്കുക, അതിൽ ഹിന്ദുസും മുസ്ലിംസും എല്ലാം ഉണ്ട്. ആ വരിയിൽ പാത്രം പിടിച്ചു നിന്ന് പോയി ചൂടുള്ള ഫുഡ് വാങ്ങി, അതായത് ആ ഒരു ചോറും കറി വേറെ, കറിക്ക് അന്ന് നമ്മൾ തൂക്കാത്രം എന്നാണ് പറയുന്നത്. ഇപ്പോഴും അത് തന്നെയാണ് പറയുന്നത്. വേറെ പാത്രം പറയുമെന്ന് എനിക്കറിയില്ല. തൂക്കാത്രം എന്ന് പറയും. അതിൽ കറി അങ്ങനെ പിടിക്കാനുള്ള വള്ളി ഉണ്ടാവില്ല, അപ്പൊ അതിൽ നമുക്ക് പിടിക്കാം. അതിൽ കൊണ്ടുവന്ന് അതിന്റെ ആ ഒരു സ്മെല്ലുണ്ടല്ലോ, ദൈവം, എനിക്ക് തോന്നുന്നില്ല വേറെ ഒരു ഫുഡും എത്ര നമ്മുടെ വീട്ടിലൊക്കെ ഇപ്പോഴത്തെ പല ഐറ്റംസ് വെച്ച് ഉണ്ടാക്കിയാലും ആ ഒരു മണമൊന്നും കിട്ടുമെന്ന് തോന്നുന്നില്ല. ഒരു പ്രത്യേക മണമാണ് ആ ഒരു ഫുഡിന്. ആ ഒരു കറി, അതില്
ബീഫ് വെച്ചിട്ടുള്ള കറി തന്നെയോ, കപ്പ ഇട്ടിട്ടുണ്ടാവും, കുമ്പളങ്ങ ഇട്ടിട്ടുണ്ടാവും, പിന്നെ നേന്ത്രക്കായ ഇട്ടിട്ടുണ്ടാവും, ചേന ഇട്ടിട്ടുണ്ടാവും. ഇതെല്ലാം കൂടിയിട്ടുള്ള ഒരു കറിയാണത്. അതിന്റെ ഒരു ടേസ്റ്റ് ഇപ്പൊ ആരൊക്കെ എന്റെ താഴെ അന്നത്തെ വീഡിയോസിന് താഴെ പറഞ്ഞു ഉപ്പല് കൊണ്ടിട്ടുള്ള ഒരു ഫുഡിന്റെ ടേസ്റ്റ് ആണ് അത് എന്നുള്ളത്. വിളിക്കാൻ വരാം കേട്ടോ, അതിന്റെ കാര്യം ഞാൻ ഇപ്പൊ പറഞ്ഞുതരാം. അപ്പൊ ഇതൊക്കെ നമ്മൾ വാങ്ങി ചൂടോടെ ആ ഒരു ചെറിയ പ്രായത്തിൽ തന്നെ നമ്മൾ ഇതൊക്കെ കഴിച്ച് ശീലിച്ചിട്ടുള്ള ആൾക്കാരാണ്. ആ ഒരു ടേസ്റ്റ് ഇന്നും എന്റെ നാവിലുണ്ട്. ഇനി ഇവിടുന്ന് അങ്ങോട്ട് വാങ്ങിക്കാൻ പറ്റുന്നിടത്തോളം കാലം ഞാൻ ആ ഫുഡ് കിട്ടുകയാണെങ്കിൽ പോയി വാങ്ങുകയും ചെയ്യും, കഴിക്കുകയും ചെയ്യും. ഇത് കഴിച്ചു എന്ന് വെച്ചിട്ട് ഞാൻ ഈ ജാതിയിൽ പുറത്താവാനോ അല്ലെങ്കിൽ മറ്റൊരു ജാതിയിൽ പോയി ചേരാനോ ഒന്നും പോകുന്നില്ല. നമ്മുടെ വിശ്വാസങ്ങളാണ് അതല്ല. നമ്മൾ ഏത് ഫുഡ് കഴിക്കണം, അല്ലെങ്കിൽ എവിടൊക്കെ പോകണം, ഇതൊക്കെ നമ്മളെ വിശ്വാസങ്ങളാണ്. ഞാൻ ക്രിസ്ത്യൻ പള്ളിയിൽ പോയിട്ടുണ്ട്, അവരുടെ പ്രാർത്ഥന എനിക്കറിയാം. അവര് ഇതേപോലെ തന്നെ പണ്ട് ഞങ്ങൾ നിന്ന അടുത്ത് തന്നെ ക്രിസ്ത്യനിന്റെ ഒരു ഫാമിലി ഉണ്ടായിരുന്നു, മത്തായി ചേട്ടൻ എന്ന് പറയും. ഇപ്പോഴും അവരവിടെ ഉണ്ട്. ആ വീട്ടിൽ പോയി അവരെ പ്രാർത്ഥനയിലൊക്കെ പങ്കെടുത്തിട്ടുള്ള ആളുകളാണ്. ചെറിയ കുട്ടിയാവുന്ന സമയത്ത് അവരെ പ്രാർത്ഥനകളൊക്കെ നടക്കുമ്പോൾ ഞങ്ങൾ അവിടെ പോയി ഇരുന്നിട്ടുണ്ട്. എന്നിട്ട് ആ പ്രാർത്ഥനകളൊക്കെ ചൊല്ലിയിട്ടുള്ള ഒരാൾ തന്നെയാണ്. അപ്പൊ അതറിയാം. പിന്നെ കുറെ കാലം കഴിഞ്ഞിട്ട് TK കോളനി എന്ന് പറഞ്ഞ സ്ഥലത്ത് അത് ഞാൻ ഈ കുട്ടിയായിരിക്കുന്ന സമയത്ത് ഞങ്ങൾ അവിടെയും പോയി നിന്നിട്ടുണ്ട്. അപ്പൊ അന്നൊക്കെ അമ്മയൊക്കെ റബ്ബർ ഇങ്ങനെ അതായത് മരം വെട്ടുണ്ടല്ലോ, അതിനൊക്കെ പോയിട്ടുള്ളതാണ്. അപ്പൊ അവിടെ ഒരു അമ്മച്ചിണ്ട്, ഈ അടുത്ത അമ്മച്ചി മരിച്ചു. ആ അമ്മച്ചിനെ ഞാനും അമ്മയൊക്കെ കാണാൻ വേണ്ടി പോയിട്ടുണ്ട്. വയ്യാതിരുന്ന സമയത്ത് കാണാൻ പോയതിന്റെ വീഡിയോ നമ്മള് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ അവരുടെ വീടിന്റെ അടുത്ത് താമസിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അവരെയും കുറെ കാര്യങ്ങൾ നമുക്ക് അറിയാൻ വേണ്ടി പറ്റും. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഞങ്ങൾ ആരും ജാതിയും മതവും നോക്കിയിട്ടല്ല. അത് നമ്മുടെ ഇഷ്ടമാണ്. ഒരാളെ വീട്ടിൽ നിന്ന് ഫുഡ് കഴിക്കാൻ നമ്മൾ മനസ്സുകൊണ്ട് ഓക്കെ ആണോ, ഞാൻ ഫുഡ് കഴിക്കും. അതേപോലെ തന്നെ അമ്പലത്തിൽ പോകുമ്പോഴും ചില അവിടെ ഫുഡ് ഉണ്ടെങ്കിൽ കഴിക്കാൻ പറ്റുകയാണെങ്കിൽ അതും കഴിച്ചിട്ടാണ് ഞാൻ വരുന്നത്. അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. ഏത് ഫുഡ് കഴിക്കണം, എവിടുത്തെ ഫുഡ് കഴിക്കണം, ഒക്കെ നമ്മളെ ഇഷ്ടങ്ങളാണ്. അല്ലെ? നമ്മൾ അത്ര സ്വാതന്ത്ര്യമുള്ള ഒരു കാലത്ത് നമ്മൾ ജീവിച്ചു പോണത്. പിന്നെ തുപ്പലിന്റെ കാര്യം പറഞ്ഞത്, തുപ്പല് കൊണ്ട് ഉണ്ടാക്കിയ ചോറാണ്, അതിനാണ് അത്രയും ടേസ്റ്റ് കൂടുതൽ എന്നും പറഞ്ഞിട്ട് ഒരു മഹാൻ എനിക്ക് അതിന്റെ ലിങ്ക് വരെ കിട്ടുന്നു. ആ ലിങ്ക് ഓപ്പൺ ചെയ്തപ്പോ എന്തായിരുന്നു സംഭവം, പള്ളിയിൽ ഇതുപോലെ നെർച്ചിച്ചോറ് ഉണ്ടാക്കാണ്. അപ്പൊ അതിന് ഒരു ചോറിന്റെ ഒരു പോർഷൻ എടുക്കുകയാണ് അവര്. ആ പോർഷൻ എടുത്തിട്ട് ഒരു ഉസ്താദ് അതിങ്ങനെ എന്തൊക്കെയോ അവരെ പ്രാർത്ഥന എന്തോ ചൊല്ലിയിട്ട് ഇങ്ങനെ ജസ്റ്റ് ഊതുന്നുണ്ട്. അപ്പൊ അവരുടെ ഒരു ആചാരമാണ്, അല്ലെ? അവരൂതി എന്നിട്ട് ഈ ഇത്രയും ചോറ് ആ ബാക്കിയുള്ള ചോറിലേക്ക് ഇട്ട് അവർ മിക്സ് ചെയ്തു. ഓക്കെ, അതാണ് ഇങ്ങനെ തുപ്പല് ചോറാണെന്ന് പറഞ്ഞത്. അപ്പൊ ഞാൻ ചോദിച്ചോട്ടെ, നമ്മളൊക്കെ നമ്മളെ വീടുകളിൽ അല്ലെങ്കിൽ ഒരു ഫംഗ്ഷൻ ഉണ്ടാവുമ്പോ, കല്യാണം ഉണ്ടാവുമ്പോ, നമ്മൾ ആരും ഈ ഇങ്ങനെ ഇവിടെ വല്ല സ്റ്റിക്കറൊന്നും വെച്ചിട്ടല്ലോ നമ്മൾ ഫുഡ് ഉണ്ടാക്കണേ, ആണോ? ഒരിക്കലല്ല. നമ്മളെ വീട്ടിൽ ചിലപ്പോ അടുക്കളയിലൊക്കെ നമ്മൾ ഫുഡ് ഉണ്ടാക്കുന്ന സമയത്ത് കൂടെ ഉള്ളവരോടൊക്കെ നമ്മൾ സംസാരിച്ചിട്ടാണ് ഫുഡ് ഉണ്ടാക്കുന്നത്. സ്വാഭാവികമായിട്ടും ചിലപ്പോൾ ഒരു തുപ്പലൊക്കെ ചിലപ്പോൾ തെറിച്ചിട്ടുണ്ടാവും. തെറിച്ചിട്ടുണ്ടാവാൻ തെറിക്കും, ഇല്ലേ? ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, നമ്മുടെ ഒരു കല്യാണത്തിന് ഇന്ന് അവരവിടെ പാചകം ചെയ്യുന്ന മനഃപൂർവ്വം ഒരാൾ ഭക്ഷണത്തിലേക്ക് തുപ്പും എന്നല്ലട്ടോ ഞാൻ പറയണത്. മേ ബി അങ്ങനെയൊക്കെ ഒരു വിയർപ്പിൻ്റെതാവാം, അല്ലെങ്കിൽ ഇതൊക്കെ തെറിക്കണം. അതൊക്കെ തന്നെയാണ് നമ്മളൊക്കെ കഴിക്കുന്നത്, അല്ലേ? ഈ പറയുന്ന ആള് ഹോട്ടലിൽ പോയി ഫുഡ് കഴിക്കുമ്പോ അവരവിടെ എങ്ങനെയാണ് ഫുഡ് ഉണ്ടാക്കണമെന്ന് അറിഞ്ഞിട്ടാണോ ഫുഡ് കഴിക്കണത്? അല്ലല്ലോ. പിന്നെ എന്തിനാണ് ഇങ്ങനെയൊക്കെ പറയണത്? ഇതൊക്കെയാണ് അതായത് വർഗീയത ഉണ്ടാക്കുക, മനഃപൂർവ്വം ഉണ്ടാക്കുക എന്ന് പറയുന്നത്. പക്ഷെ എന്നെ ഇതൊന്നും ബാധിക്കില്ല. ഞാനിങ്ങനെ വീഡിയോ ചെയ്തത് എന്താണെന്ന് വെച്ചാല് അവരോട് എന്താ പറയുക, എതിർത്ത് സംസാരിക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല. ഞാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആളുകളാണ് എന്റെ വീടിന്റെ അടുത്ത്. ഞാൻ പറഞ്ഞല്ലോ, അധികവും ഈ മുസ്ലിംസ് ആണുള്ളത്. അതുകൊണ്ട് തന്നെ ചെറിയ കുട്ടിയായിരിക്കുന്ന സമയത്ത് തന്നെ ഇവരുടെയൊക്കെ ഇടയിൽ വളർന്നതുകൊണ്ട് തന്നെ ഇവരെയൊക്കെ കുറെ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അവരുടെയൊക്കെ വീടുകളിലുള്ള ആചാരങ്ങളാണെങ്കിലും അനുഷ്ഠാനങ്ങളാണെങ്കിലും അതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, പള്ളീന്റെ പുറകിലാണ് നമ്മളെ വീട്. അവിടുത്തെ പ്രാർത്ഥനകൾ നമുക്ക് കേൾക്കാൻ പറ്റും. ആ പള്ളിയുടെ തൊട്ടപ്പുറത്ത് ഒരു കുരിശുപള്ളി ഉണ്ട്. അവിടെ ക്രിസ്മസിനൊക്കെ മുമ്പായിട്ട് പള്ളിപ്പെരുന്നാൾ ഉണ്ടാവും. ആ പള്ളിപ്പെരുന്നാൾ ഇപ്പോഴും ഇത്രയും ഇതായിട്ടും അവിടെ പള്ളിപ്പെരുന്നാൾ ഉണ്ടാവുമ്പോൾ അവര് ആരെങ്കിലും ആ ഒരു അതിലെ ഒരാൾ സ്പോൺസർ ചെയ്യും. അവരുടെ ആളുകൾ തന്നെ അന്നത്തെ ആ പ്രോഗ്രാമിലുള്ളവർക്കൊക്കെ ചിലപ്പോൾ ഒരു പായസം, അധികം പായസമായിരിക്കും, എപ്പോഴെങ്കിലൊക്കെ ചായ അല്ലെങ്കിൽ ബിസ്ക്കറ്റ് ഒക്കെ ഉണ്ടാവുന്നത്. ആ സമയമാകുമ്പോ പ്രാർത്ഥന കുറേ സമയം ഉണ്ടാവും കേട്ടോ. ഈ പ്രാർത്ഥന കഴിഞ്ഞ് ഇത് പായസം വിതരണം ചെയ്യാൻ നിൽക്കുന്ന സമയത്ത് പിന്നെ അവിടെ ആ ഒരു മതിലാണ്, അതിന്റെ അവിടെയൊക്കെ നിറയെ ആളുകളാവും. മുസ്ലിംസും ഹിന്ദും എല്ലാവരും ഉണ്ടാവും. തട്ടട്ടൊമ്മമാരും തട്ടട്ടദാത്തമാരും എല്ലാവരും. അപ്പൊ എന്തിനാ നിൽക്കണത്? ഈ പായസത്തിന്. നമ്മൾ എന്താ പായസം കുടിക്കാതിരിക്കുകയാണോ? നമ്മളൊക്കെ വീടുകളിൽ നമ്മൾ പായസം ഉണ്ടാക്കണല്ലേ?
പക്ഷെ അതിനൊക്കെ ഒരു ടേസ്റ്റ് ഉണ്ട്. ആ ഒരു ഗ്ലാസ് ആണെങ്കിൽ പോലും അതിനങ്ങനെ നമ്മൾ ഇവരെ പ്രാർത്ഥന കഴിയുന്ന വരെ നമ്മൾ നോക്കി നിൽക്കലുണ്ടത്. അതും വന്നിട്ടുണ്ട്. ആ പിന്നെ പായസം ഞങ്ങൾ കുടിച്ചിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ കഴിക്കുന്നവർ തന്നെയാണ് ഞങ്ങളെല്ലാവരും. പിന്നെ ഞങ്ങൾ സിറ്റി ലൈഫൊന്നും എന്താ പറയാ, സിറ്റി ലൈഫിലൊന്നും താമസിച്ചിട്ട് ആൾക്കാരൊന്നല്ല. ഞാൻ പറഞ്ഞല്ലോ, ഗ്രാമത്തിൽ നാട്ടുമ്പുറത്ത് വന്നിട്ടുള്ള ആളുകളാണ്. ഇതിന് ഹിന്ദു, ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ എന്റെ വീട്ടിൽ എന്റെ അമ്മ ബീഫ് കഴിക്കലില്ല. പണ്ടൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഒരു 10-15 വർഷങ്ങൾക്ക് ഇപ്പുറം അമ്മ ഫുഡ് കഴിക്കണില്ല. അപ്പൊ അമ്മ അവിടെ കൊണ്ട് തന്നെ ചോറ് കഴിക്കും. തേങ്ങാച്ചോറാണെങ്കിൽ അമ്മ കഴിക്കും. ആ ചോറും ഈ ബീഫും വേറെ വേറെ ആണല്ലോ അവരുണ്ടാക്കണത്. അപ്പൊ അതിൽ ആ തേങ്ങാച്ചോറ് അമ്മ ഒരു പിടി എടുത്തിട്ട് അമ്മ കഴിക്കും, കട്ടൻ ചായ ഇട്ടിട്ട്. അതാ ഞാൻ പറഞ്ഞത്, അതൊക്കെ നമ്മുടെ വിശ്വാസങ്ങളാണ്. അപ്പോ പിന്നെ ഇതിനൊരു പ്രത്യേകത അല്ലെങ്കിൽ ഒരു പുണ്യചോറാണ് നമ്മൾ പറയണത് എന്താന്ന് വെച്ചാല്, അതൊരു ഒരു ആരാധനാലയത്തിന്റെ മുന്നിൽ വെച്ച് ഉണ്ടാക്കുന്നതാണ്. അമ്പലാണെങ്കിലും ഇപ്പൊ ക്രിസ്ത്യൻ ചർച്ച് ആണെങ്കിലും പള്ളി ആണെങ്കിലും ആരാധനാലയത്തിന് മുന്നിൽ വെച്ച് ഉണ്ടാക്കണോണ്ട് തന്നെ ഭക്ഷണം ആയതുകൊണ്ട് തന്നെ നമ്മൾ കളയൂല. മാക്സിമം നമ്മളത് എങ്ങനെയെങ്കിലും കഴിക്കാൻ നോക്കും. അല്ലെങ്കിൽ ആർക്കെങ്കിലും നമ്മൾ തൊട്ടടുത്ത വീട്ടിൽ കിട്ടാത്തവരുണ്ടെങ്കിൽ അവർക്ക് കൊണ്ടു കൊടുക്കും. അതുകൊണ്ടാണ് നമ്മൾ അതൊരു പുണ്യ ചോറാണ് അല്ലെങ്കിൽ ബർക്കത്തുള്ള എന്നൊക്കെ പറയണത്. അതുകൊണ്ടാണ് കളയരുത്, മാക്സിമം കളയരുത് എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതെങ്ങനെയും നമ്മൾ കഴിക്കണം എന്നുള്ളതൊക്കെ പറയണത്. അപ്പൊ ഒരുപാട് 99.9 99.9% ആളുകൾ എനിക്ക് പോസിറ്റീവ് ആയിട്ടുള്ള മെസ്സേജ് ആണ് അയച്ചിട്ടുള്ളത് കേട്ടോ. ഒരുപാട് അവരൊരു കുടുംബത്തിലുള്ള ഒരാളോട് പറയണ പോലെ ഭയങ്കര ഭയങ്കരമായിട്ട് അനുഗ്രഹിച്ചിട്ടുണ്ട് എല്ലാവരും. ഒരുപാട് സന്തോഷം. പിന്നെ ഇനിയിപ്പോ അതുപോലെ തന്നെ ഒരു മതക്കാരെ താഴ്ത്താനും മറ്റുള്ള മതക്കാരെ പൊക്കാനും വേണ്ടിയിട്ടൊന്നും ചെയ്തതല്ല. പക്ഷെ എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ള വേറൊരു കാര്യം കൂടി പറഞ്ഞു തരട്ടോ. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ പറയാണ്ടാവും ചിലപ്പോ, ഇത് അവരെ വെറുതെ പൊക്കി പറയാൻ വേണ്ടിയിട്ട്. അതല്ല, നമ്മുടെ നമ്മുടെ അനുഭവങ്ങളാണ് നമുക്ക് മറ്റൊരാളോട് പറയാനുണ്ടാവുക, അല്ലെ? അതായത് നമ്മൾ അനുഭവിച്ച കാര്യങ്ങൾ അല്ലെങ്കിൽ നമുക്ക് സംഭവിച്ചിട്ടുള്ള കുറെ കാര്യങ്ങൾ ഉണ്ടല്ലോ, അതാണ് നമ്മുടെ എന്താ പറയാ, നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ. നമ്മൾ എന്താണോ ഇത് കേട്ടതും കണ്ടതിനേക്കാളും നമ്മൾ അനുഭവിച്ചറിഞ്ഞ കാര്യങ്ങളാണ്, അല്ലെ? നമുക്ക് കൂടുതൽ മറ്റുള്ളവരോട് പറയാനുണ്ടാവുക. അപ്പൊ അതുകൊണ്ട് ഞാൻ പറയുന്നത്, എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളത്, ഇവർക്ക് മറ്റുള്ളവരെ സഹായിക്കാനുള്ള നല്ല മനസ്സുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്, എപ്പോഴും തോന്നിയിട്ടുണ്ട്. മുസ്ലിംസിന്റെ കാര്യം തന്നെയാണ് പറയുന്നത്. ഒരാൾക്ക് എന്തെങ്കിലും കൊടുക്കാനോ, അതല്ലെങ്കിൽ ഇപ്പോ പറയുകയാണെങ്കിൽ ഇപ്പൊ ഒരു അതായത് ഉപ്പയില്ലാത്ത, ഞാൻ വീഡിയോ ഒന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് മോളെ എക്സാം കഴിഞ്ഞ് വന്നിട്ടുണ്ടെങ്കിൽ അപ്പൊ വാതിലൊക്കെ തുറന്നു കൊടുക്കാൻ വേണ്ടി പോയതാ. അപ്പൊ നമ്മൾ എവിടെ പറഞ്ഞു നിർത്തിയെന്ന് വെച്ചാല്, എപ്പോഴും ഇവർക്ക് മറ്റുള്ളവരെ സഹായിക്കാനുള്ള ഒരു മെന്റാലിറ്റി കൂടുതലുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല, എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്. എന്റെ മാസ അനുഭവമാണ്, ഞാൻ എന്റെ പേഴ്സണൽ കാര്യമാണ് പറഞ്ഞത്. മൊത്തത്തിലുള്ള കാര്യങ്ങളൊക്കെ എപ്പോഴും തോന്നിയിട്ടുണ്ട്. ഇപ്പോ പറയുകയാണെങ്കിൽ നമ്മുടെ നാട്ടിൽ തന്നെ ഈ ഭർത്താക്കന്മാരുള്ള സ്ത്രീകള്, അല്ലെങ്കിൽ അതായത് കുട്ടികളുടെ ഉപ്പമാര് മരിച്ചു പോയതാണെങ്കിൽ ഈ മക്കൾ എന്നുള്ളൊരിതുണ്ട്. അപ്പൊ അവരൊക്കെ ഇവർ നന്നായിട്ട് കെയർ ചെയ്യും. എന്താ പറയാ, ഭർത്താക്കന്മാരില്ലാത്തവര്, ഇപ്പൊ മരിച്ച കുട്ടികള്. അപ്പൊ അതാ ഞാൻ പറഞ്ഞത്, അവർക്ക് ഭയങ്കര സ്നേഹമാണ് അവരോട്. എന്തെങ്കിലും കൊടുക്കാനോ അങ്ങനെയുള്ള ഒരു മെന്റാലിറ്റി ഒക്കെ ഇവർക്ക് കൂടുതലുണ്ട്. അതൊക്കെ ഞാൻ എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ പറയുന്നുണ്ട്. എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട് എപ്പോഴും. എല്ലാവർക്കും എങ്ങനെയാന്നുള്ളത് അറിയില്ല. ഞാൻ അമ്മയോടാണ് എപ്പോഴും പറയും, ഇവർക്ക് എപ്പോഴും ഇങ്ങനെ മറ്റുള്ളവരെ സഹായിക്കാനുള്ള ഒരു ഇതുണ്ടാവില്ല. മാമിങ്ങനെ പറയലുണ്ട് ആദ്യം മുതൽ. അപ്പൊ എന്തായാലും മനഃപൂർവ്വം നമ്മൾ ആരും എന്താ പറയാ കുത്തിയിട്ടൊന്നും ഫുഡ് ഉണ്ടാക്കൂല. അങ്ങനെ മനസ്സിൽ വിചാരിച്ചിട്ടുള്ള മഹാന്മാരോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, ഈ ഫുഡൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളും കഴിക്കും, ആസ്വദിച്ച് കഴിക്കും. പക്ഷെ ഇങ്ങനെ വെറുതെ നമ്മൾ ഇങ്ങനെ വെറുതെ അപവാദമൊക്കെ പറയണം. ഇപ്പൊ ഇപ്പൊ നമ്മള് ചോറ് ഇപ്പൊ അങ്ങനെ ഇങ്ങനെ ഊതിയതാണ്, തുപ്പിയതല്ലത്, അങ്ങനെയാണ് സംഭവം ചെയ്തിട്ടുള്ളത്. അപ്പൊ അത് ഇപ്പൊ നമ്മള് ചോറ് എന്താ പറയാ, മക്കൾക്ക് ചോറൊന്ന് ചൂടാറാൻ വെക്കുമ്പോ അതിങ്ങനെ ഇങ്ങനെ ഊതിയിട്ടൊക്കെ നമ്മള് ചോറൊക്കെ കൊടുക്കുമല്ലോ. അപ്പൊ അതിനൊക്കെ നമ്മൾ എന്താ പറയാ, തുപ്പിയിട്ട് കൊടുക്കാന്ന് പറയോ. അപ്പൊ എന്റെ കുഞ്ഞു ചേട്ടന്മാരെ, അവരവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങള്, അവരവർക്ക് എന്താണോ അവരെ ഹാപ്പി ആയിട്ട് വെക്കുന്നത് ആ കാര്യങ്ങൾ അവർ ചെയ്യട്ടെ. മാക്സിമം നമുക്ക് ഇഷ്ടമല്ലാത്ത കാര്യം നമ്മൾ ചെയ്യണ്ട, നമ്മൾ കാണണ്ട, നമ്മൾ പറയണ്ട. നമുക്ക് ഇഷ്ടമുള്ള കാര്യമാണോ നമ്മൾ ചെയ്യട്ടെ, കണ്ടോട്ടെ, പറയട്ടെ. അതല്ല വേണ്ടത്. ഇതിപ്പോ എന്താ പറയാ, കുറ്റം പറയേ വേണം, നെഗറ്റീവ് പറയേ വേണം, കാണേ വേണം പറഞ്ഞപ്പോ എന്താ ചെയ്യുക? അപ്പൊ മാക്സിമം നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ കാണണ്ട, അല്ലെങ്കിൽ ചെയ്യണ്ട, അത്രേ പറയാനുള്ളൂ. അതുപോലെ തന്നെ നമ്മള് ശബരിമലയിൽ നിന്നൊക്കെ കൊണ്ടുവരുന്ന പായസമൊക്കെ നമ്മൾ അടുത്തുള്ള വീടുകളിലൊക്കെ നമ്മൾ അവിടേക്ക് കൊടുക്കും, എല്ലാവരും കൊടുക്കും. അപ്പൊ ഞങ്ങളൊന്നും ഫാമിലിയിൽ അങ്ങനെ ആരും ഇല്ല, അങ്ങനെ ഒരു ഒറ്റ തവണ തോന്നുന്ന മലയ്ക്ക് പോകാൻ ഒരാളുണ്ടായിട്ടുള്ള. അപ്പൊ നമ്മളത് മലയ്ക്ക് പോയിട്ട് വന്നാല് ഒരു ഇലയിലോ അല്ലെങ്കിൽ ഒരു പാത്രത്തിലോ, അധികം ഇലയോ ഞാൻ ഓരോ വീടുകളിലേക്കും
കുറച്ചേ ഉണ്ടാവുള്ളൂ അവിടുത്തെ പ്രസാദം. ഒരു ചെറിയൊരു സ്പൂണ് അരവണ പായസം അല്ലെങ്കിൽ അപ്പം അല്ലെങ്കിൽ പൊരി ഇതൊക്കെ വെച്ചിട്ട് അപ്പുറം എല്ലാ വീടുകളിലും കൊണ്ടു കൊടുക്കും. അങ്ങനെ നമ്മൾ കിട്ടിയിട്ടുണ്ട്, കഴിച്ചിട്ടുണ്ട്. അപ്പൊ അതൊക്കെ എത്രയോ ആൾക്കാർ മുസ്ലിംസ് അവർ കഴിക്കുന്നുണ്ടല്ലോ. നമുക്ക് വന്ന മെസ്സേജിൽ എടുത്ത് പറയുന്നുണ്ട് കുറെ പേര്, ഞങ്ങൾ ഇതുപോലെ അമ്പലത്തിൽ നിന്ന് കൊണ്ടുവന്ന പായസം കഴിക്കലുണ്ട്, പിന്നെ ഇഷ്ടമാണ്, അല്ലെങ്കിൽ അമ്പലത്തിലെ ചോറ് കഴിച്ചിട്ടുണ്ട്. അതൊക്കെ ഒരു ഇഷ്ടമാണ്. ഇപ്പൊ അതിന് പ്രത്യേക രുചിയും നമ്മൾ പറയണ എന്താണെന്നറിയോ? ചിലപ്പോ അതിന് ഈ പറഞ്ഞ പോലെ പ്രത്യേക രുചിയൊന്നും ഉണ്ടാവില്ല, പക്ഷെ നമുക്കത് പ്രത്യേക രുചിയായിട്ട് തോന്നുന്നത് നമുക്ക് അതിനോടുള്ള ഒരു ഇഷ്ടം കൊണ്ടാണ്. നമുക്കൊരാളോട് ഒരു ഇഷ്ടം ഉണ്ടെങ്കിൽ അയാൾക്ക് നമ്മൾ കൂടുതൽ ഭംഗി കാണും. അപ്പൊ ഇപ്പൊ നമുക്ക് തന്നെ ഒന്നും വേണ്ട, നമ്മളെ മക്കള് നമുക്ക് ഏറ്റവും വലിയ എന്താണ്, ഏറ്റവും നല്ല ഭംഗിയുള്ളവരാണ്. അതെന്താണ്? അവരോട് നമുക്ക് അത്രയും ഇഷ്ടമുള്ളതുകൊണ്ടാണ്. അപ്പൊ അതാണ് ഞാൻ പറയുന്നത്. അതേപോലെ നമ്മൾ ഉണ്ടാക്കുന്ന ഫുഡ് നമുക്ക് ഇഷ്ടമാവും. എന്താണ്? നമ്മളോട് തന്നെ നമുക്കൊരു ഇഷ്ടമുണ്ട്, അത് നമുക്ക് എന്താണ്, അല്ലെങ്കിൽ ആ ഒരു ഫുഡിനോട് തന്നെ നമുക്ക് ഇഷ്ടമുള്ളത് കൊണ്ടാണ് അതൊക്കെ നല്ല രുചിയായിട്ടും ടേസ്റ്റ് ആയിട്ടും ഒക്കെ നമുക്ക് തോന്നുന്നത്. പിന്നെ വേറെ ആൾ പറഞ്ഞു വിശപ്പ് ഉണ്ടെങ്കിലും എന്ത് ഫുഡ് കഴിച്ചാലും ടേസ്റ്റ് ആണ്. അതും സത്യമാണ്. നമുക്ക് വിശപ്പുള്ള സമയത്ത് നമ്മളൊരു പച്ചമുളകും കൂട്ടിയിട്ട് അല്ലെങ്കിൽ കുറച്ച് ഉപ്പിട്ടിട്ട് ചോറ് കഴിച്ചാലും അതും ഭയങ്കര ടേസ്റ്റ് ആണ്. നമുക്ക് വിശപ്പില്ലേ, നമുക്ക് വേറെ എന്ത് കിട്ടിയാലും ചിലപ്പോൾ ടേസ്റ്റ്. ചിക്കൻ കറി, ചിക്കൻ ഫ്രൈഡ് റൈസ് ഒക്കെ കിട്ടിയാൽ പോലും ചിലപ്പോൾ അതൊരു ടേസ്റ്റും ഇല്ല, നമുക്ക് വിശപ്പുണ്ടാവില്ല. അതുകൊണ്ടാണത്. അപ്പൊ അതിലൊക്കെ ഇത്രയേ ഉള്ളൂ. പിന്നെ ആരും നെഗറ്റീവായിട്ട് വരണ്ടെന്നുള്ള, ഞാൻ ആ വീഡിയോ അപ്ലോഡ് ചെയ്തപ്പോൾ തന്നെ എനിക്ക് അറിയാം ചിലപ്പോൾ ഒന്ന് രണ്ട് നെഗറ്റീവ് ഒക്കെ ഇതിൽ ഉണ്ടാവും എന്നുള്ളത്. അത് അതിനോട് ഇഷ്ടമല്ലാത്തവരാണ്. ആ ഫുഡ് അവർക്കും കഴിക്കാൻ ഇഷ്ടമല്ല, മറ്റുള്ളവർ കഴിക്കണതും ഇഷ്ടമല്ല. അങ്ങനത്തെ ആളുകളാണ് ഇതിനോട് എന്താ പറയാ എതിര് പറയുന്നത്. പിന്നെ അനാചാരാണെന്ന് പറഞ്ഞു. ആചാരാണോ അനാചാരാണോ എന്നുള്ളത് ഞാൻ പറഞ്ഞല്ലോ, അതിനെ കുറിച്ച് എനിക്കറിയില്ല. നമ്മൾ വർഷങ്ങളായിട്ട് നമ്മൾ അമ്പലത്തിലെയും അതുപോലെ തന്നെ പള്ളിയിലെയും ചർച്ചിലൊക്കെ കിട്ടുന്ന ഫുഡുകളൊക്കെ കഴിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ ഞാൻ അതിന്റെ ഇനി ഞാനത് കഴിക്കും. ഇനിയും കിട്ടുമ്പോൾ ഞാനത് കഴിക്കുകയും ചെയ്യും. അവിടെ പോയി വാങ്ങാൻ പറ്റുകയാണെങ്കിൽ പോയി വാങ്ങുകയും ചെയ്യും, എല്ലാം ചെയ്യും. അതുപോലെ തന്നെ നമ്മൾക്ക് എന്തെങ്കിലും കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ മനസ്സിൽ പറഞ്ഞിട്ട് അതൊന്ന് സക്സസ് ആവുകയാണെങ്കിൽ, അതൊന്ന് സാധിക്കുകയാണെങ്കിൽ, ഞാൻ ഒരു എന്താ പറയാ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു പൈസ ആയിരിക്കും കേട്ടോ, 100 രൂപയുടെ താഴെ ഞാൻ 100 രൂപ പള്ളിക്ക് കൊടുക്കാം. പള്ളിയിൽ സ്വലാത്തും കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ ഞാൻ അങ്ങനെ കൊടുക്കും, അങ്ങനെ കൊടുക്കലുണ്ട്. അതേപോലെ തന്നെ ഇപ്പഴത്തെ കുരിശുപള്ളി ഉണ്ട്, അപ്പൊ ഞാൻ മനസ്സിൽ എന്തെങ്കിലും കാര്യം നടക്കുകയാണെങ്കിൽ അവിടെ പെട്ടി വെച്ചോളാം, അത് ചെയ്യും. അതേ സെയിം പരിപാടി അമ്പലത്തിൽ എന്തെങ്കിലും ഭഗവാൻ ഇന്നൊരു കാര്യം ഞാൻ മനസ്സിൽ പറയുന്ന അത് സാധിച്ചാൽ ഞാൻ ചെയ്തോളാം, അത് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. അത് വരെ പ്രത്യേകിച്ച് വേറെയുള്ള കാര്യങ്ങളൊന്നും ഇല്ല. അപ്പൊ നമ്മള് സ്ഥലാത്തും കാര്യങ്ങളും ഉണ്ടാകുമ്പോൾ ചിലപ്പോ എന്തെങ്കിലും വല്ല ചില്ലറയൊക്കെ കൊടുക്കും. പ്രാർത്ഥനയിലോ ഒന്നെങ്കിൽ പ്രാർത്ഥനയിൽ നമ്മളെ ഉൾപ്പെടുത്തണേ എന്ന് പറയും. പിന്നെ ഇതിന്റെ വേറൊരു കാര്യം കൂടി, ഇപ്പൊ ഞാനൊരു കാര്യം പറഞ്ഞപ്പോഴാണ് എനിക്ക് വേറൊരു കാര്യം കൂടി ഓർമ്മ വന്നട്ടോ. നമ്മൾ കോവിഡിനൊക്കെ മുമ്പ് കേട്ടോ, എനിക്ക് കോവിഡിന് കറക്റ്റ് ഞാനൊരു വർഷം പറഞ്ഞുതരാം, 2007 കേട്ടോ. എന്റെ കല്യാണം കഴിഞ്ഞ ഒരു സമയമാണേ. കല്യാണം കഴിഞ്ഞ ആ ഒരു സമയത്ത് ഇതേ ഒരു മാസമാണ്. അത് പറയാൻ കാരണം എന്താന്ന് ചോദിച്ചാല് ഏപ്രിൽ ആയിട്ടില്ല, മാർച്ച് എൻഡ് ആവാനായ ഒരു സമയത്ത് ഞങ്ങൾ എല്ലാവരും ഇതുപോലെ വൈകുന്നേരം എന്ന് പറയുമ്പോൾ ഒരു 4 മണിയൊക്കെ ആയപ്പോ, അന്ന് മക്കൾ ഇവരൊന്നുമില്ലല്ലോ, കല്യാണം കഴിഞ്ഞ സമയമാണ് കേട്ടോ. ഞാൻ എന്റെ വീട്ടിലാണ്, പൊട്ടിക്കല്ലാണ്. അപ്പൊ ഞങ്ങൾ നമ്മുടെ വീടിന്റെ അന്നൊക്കെ നമ്മൾ സിറ്റ് ഔട്ട് എന്ന് അധികം പറയില്ല, നമ്മൾ കൊലായി എന്നൊക്കെ പറയും. വീടിന്റെ പുറത്ത് ഇങ്ങനെ ഇരിക്കുക കേട്ടോ. ഞങ്ങളുടെ വീട് തേച്ചിട്ടൊന്നുമില്ല, അന്ന് ഞങ്ങൾക്ക് പഞ്ചായത്തിൽ നിന്ന് കിട്ടിയിട്ടുള്ള വീടാണ്. പഞ്ചായത്തിൽ നിന്ന് കിട്ടിയ വീട് ഞങ്ങളൊരു 10-11 വർഷങ്ങൾക്ക് ശേഷമാണ് ഞങ്ങൾ ആ വീടൊന്ന് മൂടി പിടിപ്പിക്കുക, അതായത് വീട് തേക്കണതും അടിയൊക്കെ നന്നാക്കി എടുക്കണത്, പെയിന്റ് അടിക്കണം, അങ്ങനെയൊക്കെ ചെയ്യണത് കേട്ടോ. അപ്പോ ഞങ്ങൾ അവിടെ പുറത്തിരിക്കുകയാണ്. ചെറിയൊരു കൊലായി, ഇപ്പത്തെ ഭാഷ പറഞ്ഞ സിറ്റ് ഔട്ട്, ആ സിറ്റ് ഔട്ടിലൂടെ ഇങ്ങനെ ഇരിക്കുകയാണ്, തിണ്ടും ഇതൊക്കെ ഉണ്ട്. അപ്പൊ അമ്മയുണ്ട്, ഞാനുണ്ട്, തൊട്ടപ്പുറത്ത് വീട്ടിലെ നീലിയമ്മ ഉണ്ടല്ലോ, നീലിയമ്മയുടെ മകളുണ്ട്, ശ്രീ ചേച്ചി എന്ന് പറയും. ശ്രീ ചേച്ചി ഉണ്ട്, ചേച്ചിയുടെ കല്യാണം ഒന്നും കഴിഞ്ഞിട്ടില്ല കേട്ടോ. അപ്പൊ ചേച്ചി ഉണ്ട്. പിന്നെ ആവശ്യമുണ്ട് കേട്ടോ. അപ്പൊ നീലിയമ്മയുടെ മോളുണ്ട്, ശ്രേയ ചേച്ചി അറിയും. അപ്പൊ ഞാൻ അങ്ങനെ പറയട്ടെ, ശ്രേയ ചേച്ചി എന്ന് പറയാം. ശ്രേയ ചേച്ചി ഉണ്ട്. പിന്നെ പിന്നെ അപ്പുറത്ത് വീട്ടിലെ മൂത്തമ്മ എന്ന് പറയും, അതായത് ഒരു താത്തയാണ്. അതിനെ താത്താനെ ഓരോ ഫാമിലിയിൽ എല്ലാവരും മൂത്തമ്മ വിളിച്ചിട്ട് മക്കളും ഞങ്ങൾക്ക് അങ്ങനെ വിളിക്കും. അപ്പൊ മൂത്തമ്മ ഉണ്ട്. പിന്നെ അവിടെ ആരാ ഉള്ളതെന്ന് ചോദിച്ചാല് ഇമ്മമ്മ ഉണ്ട്, നമ്മളെ ഇപ്പുറത്തെ വീട്ടിലുള്ള ഇമ്മമ്മ ഉണ്ട്. പിന്നെ എനിക്ക് ആരത്ര ഓർമ്മ കിട്ടില്ല, അത്ര ആളെ ആ ഒരു സമയത്ത് വർത്താനം പറഞ്ഞ സമയത്തുള്ളൂ. അങ്ങനെ കട്ടൻ ചായ ഉണ്ടാക്കി കുടിച്ച് കഴിഞ്ഞിട്ടുണ്ടോ അതോ കുടിച്ചുകൊണ്ടിരിക്കുകയാണോ എന്നുള്ള അത്ര കറക്റ്റ് ഓർമ്മ കിട്ടുന്നില്ല. അപ്പോഴാണ് ഇങ്ങനെ മഴക്കോളുണ്ട്. ഇപ്പൊ നമ്മൾ വേനൽ സമയത്ത് ഇപ്പത്തെ മഴ പോലെ തന്നെ വൈകുന്നേരങ്ങളിൽ ഇപ്പൊ ഉണ്ടല്ലോ നമുക്ക് വേനൽ മഴ, അതേപോലെ മഴക്കോൾ ഇങ്ങനെ ഉണ്ട് കേട്ടോ. അപ്പൊ മഴക്കോൾ അടിച്ചപ്പോ നമ്മൾ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും, മഴ വരാനുള്ള ഒരു പ്ലാനൊക്കെ ഉണ്ടാകുമ്പോൾ പുറത്തുള്ള തുണികളൊക്കെ എടുത്തിട്ട് കൊണ്ടുവയ്ക്കും, പുറത്തുള്ള തുണികൾ എടുത്ത് കൊണ്ടുവയ്ക്കും. അതേപോലെ തന്നെ ആ സമയത്ത് തന്നെ നമ്മളെ വീടിന്റെ തൊട്ട് മുന്നിൽ ഒരു പറമ്പുണ്ട്, നസീറാക്കാന്റെ ഒരു പറമ്പ്. ആ പറമ്പിൽ നമ്മൾ കുറച്ച് വിറക് കൊടുന്ന് ഇട്ടിട്ടുണ്ട്, വണ്ടിയിൽ കൊടുത്തിട്ട് അവിടെ ആ പറമ്പിൽ തന്നെ ഇട്ടിട്ടുണ്ട്. അപ്പൊ വേനലാണല്ലോ, കുറച്ച് ദിവസം 1-2 ദിവസം ആയിട്ടുള്ളൂ വിറക് കൊടുന്നിറക്കിയിട്ട്. അത് എടുത്തു വെച്ചിട്ടില്ല ഞങ്ങള്. അപ്പൊ പതുക്കെ എടുത്ത് വെക്കാന്നുള്ളതിന് അത് മഴ പെയ്യണ ഒരു വിചാരമൊന്നുമില്ല, അങ്ങനെ അവിടെ ഇട്ടു. അപ്പോഴാണ് ഈ മഴക്കോള് മഴ ഇങ്ങനെ തുള്ളിടാൻ തുടങ്ങി. അപ്പൊ തുണികളൊക്കെ എടുത്ത് വെച്ചു. അപ്പൊ അമ്മ എന്നോട് പറയടി നമ്മളെ വിറകൊക്കെ നായോലോ, എടുത്ത് വെച്ചില്ലല്ലോ എന്നാണ്.
ഞാൻ പറഞ്ഞ ആ വിറകെല്ലാം കൂടെ എന്തായാലും അപ്പൊ പിടിച്ചിട്ട് വാരി കൊണ്ടുവയ്ക്കാൻ പറ്റൂല, കുറെ ഉണ്ട്. അതിൽ അമ്മ എന്ത് ചെയ്തു, ഒന്ന് രണ്ടെണ്ണൊക്കെ അതിന്റെ മുകളിലിരിക്കുന്ന ഇങ്ങനെ വിറക് ഇങ്ങനെ കൊണ്ടുവന്നിട്ട് അവിടുന്ന് തന്നെ ആ പറമ്പ് തന്നെ നമ്മളെ മുറ്റത്തേക്ക് ഇങ്ങനെ എറിയാണ്. അപ്പോഴത്തേക്കും മഴ എന്താ പറയാ, മഴ പെയ്യണേക്കാൾ കൂടുതൽ കാറ്റെടുക്കാൻ തുടങ്ങി. കാറ്റടിക്കാന്ന് പറഞ്ഞാൽ നല്ല കാറ്റ് എന്ന് പറഞ്ഞാൽ അന്നത്തെ ന്യൂസുകളിലൊക്കെ ഉണ്ടാവും, ഒരു 2007 ന്യൂസുകളിലൊക്കെ ചിലപ്പോൾ ഉണ്ടാവും. ശരിക്കൊരു ചുഴലിക്കാറ്റ് കേട്ടോ, നന്നായിട്ട് കറങ്ങാൻ തുടങ്ങി. അപ്പത്തേക്ക് എല്ലാ വീടുകളിൽ നിന്നും സൗണ്ടും, എല്ലാരും അതായത് കരയുന്ന സൗണ്ടും, എല്ലാവരോടും കയറി പോവാനും അങ്ങോട്ട് മാറി നിൽക്കാനും പറയുന്ന ആകെ സൗണ്ടുകളായി തുടങ്ങി. നമ്മുടെ വീടിന്റെ പുറത്തേക്ക് ഇറങ്ങി. ഇറങ്ങിയിട്ട് നമ്മൾ നോക്കുമ്പോൾ തെങ്ങൊക്കെ ഇങ്ങനെ ശരിക്കും ഇങ്ങനെ കറങ്ങാണ്. എന്താ കറങ്ങാന്ന് ചോദിച്ചാൽ അറിയില്ല, എങ്ങനെ പറയണ്ടെന്ന് അറിയില്ല. അങ്ങനെ കറങ്ങാൻ അമ്മയൊക്കെ വറകെടുത്തിട്ട് ഓടി. പിന്നെ ആരും വറകുമൊക്കെ ശ്രദ്ധിച്ചില്ല, എല്ലാരും ഇങ്ങനെ കൂട്ടിപ്പിടിച്ച് മുറ്റത്ത് തന്നെ നിൽക്കുകയാണ്. മുറ്റത്ത് ഇങ്ങനെ നിന്നപ്പോ പിന്നെ നമ്മൾ കാണാൻ ഇപ്പുറത്ത് ഉമ്മമാരുടെ പറമ്പില് ഒരു തെങ്ങ് മൊത്തത്തിൽ ഇങ്ങോട്ട് പഴങ്ങിയിട്ട് വീണത് നമ്മൾ കാണുകയാണ്. മൊത്തത്തിൽ വീണു. അവർക്ക് ഇങ്ങനെ പശുവൊക്കെ ഉണ്ട്, അപ്പൊ തൊഴുത്ത് എന്ന് പറയും, ആല തൊഴുത്തില്ലേ, അതിന്റെ മേളിൽ കൂടെ പശു ഉണ്ടോന്ന് എനിക്കറിയില്ല, തൊഴുത്തിന്റെ സെന്ററിൽ കൂടെ അല്ല, ഒരു ഭാഗം ഇങ്ങനെ അങ്ങോട്ട് ചേർന്നിട്ട് ഇതങ്ങോട്ട് പോകണം. എല്ലാ വീടുകളിലും എല്ലാവരുടെ സൗണ്ടും കരയുന്ന സൗണ്ടും ആകെക്കൂടെ ആർത്ത് കരയാന്നൊക്കെ പറയില്ല, അതേപോലെയുള്ള സൗണ്ടുകള്. ഞങ്ങള് അകത്തേക്ക് ഓടും, പുറത്തേക്ക് ഇറങ്ങും. പിന്നെ എല്ലാരോടും എന്തൊക്കെ വിളിച്ച് പറയുന്നുണ്ട് അവിടുന്ന് പുറത്തിറങ്ങുക. കാരണം ഈ മരങ്ങൾ വീടിന്റെ മുകളിലേക്കാണ് വീഴുന്നതെങ്കിൽ നമ്മൾ അകത്ത് നിൽക്കുന്നത് പേടിയാണല്ലോ. പിന്നെ വാർപ്പല്ല, ഓടിട്ട വീടുകളാണ് ആ സമയത്തൊക്കെ, അവിടെ അധികം ഓടിട്ട വീടുകളാണ്. അങ്ങനെ നമ്മൾ വീടിന്റെ പുറത്തിറങ്ങി നിന്നു, എല്ലാവരും ഇങ്ങനെ കൂട്ടിപ്പിടിച്ച് കരയുന്നു. അപ്പത്തേക്ക് വേറൊരു താത്ത ഉണ്ട്. ആ താത്ത അതിന്റെ കുട്ടി, ആ താത്തക്ക് ഒരു കുട്ടി ഉണ്ടെന്ന് അതിനെയും കൊണ്ട് ഓടി വന്നു. കുറെ പേരൊക്കെ മൂത്തമ്മാന്റെ വീടിന് അകത്ത് കയറി. കുറെ പേരൊക്കെ കല്ലാണോ പിന്നെ നമ്മുടെ വീടിന്റെ പുറത്തേക്ക് വീണെന്ന് അറിയില്ല, ഒരു സൗണ്ട് ഇങ്ങനെ കല്ലിന് എടുത്തെറിയണം അതുപോലുള്ള സൗണ്ട്. പിന്നെ പല സ്ഥലത്തും തെങ്ങുകൾ വീഴണ്, പല മരങ്ങളും വീഴണതൊക്കെ നമ്മൾ സൗണ്ട് കേൾക്കണ് കാണുകയൊക്കെ ചെയ്യാണ്. ഞങ്ങളൊക്കെ വിചാരിച്ച് നമ്മൾ ആ ഭാഗം മൊത്തത്തിൽ തീരാൻ പോവുകയാണെന്നുള്ളതാണ്. അവിടെ മൊത്തത്തിൽ തീരാണ്, ജനങ്ങൾ മൊത്തം ആ ഭാഗത്ത് തീരാന്നുള്ളതിനാണ് ഞങ്ങൾ നിൽക്കുന്നത്. പിന്നെ അമ്മയ്ക്ക് ഇങ്ങനെ പിടിച്ചു നിൽക്കണം, എല്ലാം ഉണ്ട്, കരയണൊക്കെ ഉണ്ട്. നമ്മൾ പലതും ചൊല്ലി പറയുന്നുണ്ട്, എന്തൊക്കെയാ നമ്മൾ ചൊല്ലി പറയണതൊന്നും അറിയില്ല. അപ്പൊ ഇപ്പൊ ഞാനിത് പറയണ എന്താന്ന് വെച്ചാല്, ഈ പ്രധാനപ്പെട്ട കാര്യത്തേക്കാണ് ഞാൻ കിടക്കുന്നത്. ഞങ്ങൾ അകത്തേക്ക് കയറി. അകത്തേക്ക് കയറിയിട്ട് ഈ മൂത്തമ്മാനെ വീടിന്റെ അകത്തിരിക്കുകയാണ്. അപ്പൊ അവിടെ എല്ലാവരും ഉണ്ട്, ഞാനും അമ്മയും, ഈ ശ്രേയ ചേച്ചി ഉണ്ട്, ഉമ്മമ്മ ഉണ്ട്, പിന്നെ മൂത്തമ്മ ഉണ്ട്, പിന്നെ ഒരു മൂത്തമ്മാനെ അനിയത്തി ഇജാത്ത എന്ന് പറയും. ഇജാത്തൊക്കെ ഒരു കുട്ടി ഉണ്ടാവും. ഇപ്പൊ രണ്ടു കുട്ടികളും, നല്ലൊരു കുട്ടികളും. ഇജാത്ത ഈ കുട്ടീനെ കട്ടിലിന്റെ ചോട്ടിക്കൊണ്ട് വെച്ചു. അപ്പൊ നമ്മള് ഇതിനെക്കുറിച്ച് വേറെയുള്ള നമുക്കറിയില്ല, എങ്ങനെ ഇട്ടാല് നല്ലതാണോ അതോ നെഗറ്റീവ് ആണോ അതൊന്നും അറിയില്ല. ഈ കുട്ടി സേഫ് ആകാൻ വേണ്ടിയിട്ടാണ് കട്ടിലിന്റെ ചോട്ടിക്ക് കുട്ടീനെ ഇട്ടിട്ട് ഞങ്ങളൊക്കെ പുറത്ത് നിൽക്കുകയാണ്. പുറത്ത് നിന്നപ്പോ ഈ ഉമ്മമ്മയ്ക്ക് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട്, അവരുടേതായ എന്തൊക്കെയോ അവര് ഖുറാനിലുള്ളതോ എന്തൊക്കെയോ ചൊല്ലി പറയുന്നുണ്ട്. ഇതിനെ കുറിച്ച് പറയാനൊന്നും അറിയില്ല. കുറെ ഞങ്ങളും ചൊല്ലി പറയുന്നുണ്ട്, പലതും നമ്മളും പറയുന്നുണ്ട്, നമ്മളെ ഭാഗത്തുള്ള എല്ലാം പറയുന്നുണ്ട്. കുറെ കഴിഞ്ഞ് നോക്കുമ്പോ എന്റെ അമ്മയ്ക്ക് ചൊല്ലണത് എന്താന്ന് വെച്ചാല്, ഇമ്മമ്മ എന്താണോ ചൊല്ലണത് അതാണ് എന്റെ അമ്മയ്ക്ക് ചൊല്ലിക്കൊണ്ടിരിക്കണത്. ആ ഒരു സമയത്ത് അതേപോലെ തന്നെ ഞാൻ പറഞ്ഞിട്ടില്ല, ഞങ്ങൾ പള്ളി നേരെ ഞങ്ങൾ അടുക്കള ഭാഗത്ത് ആ പള്ളിയിലെ പ്രാർത്ഥന മൊത്തം കേൾക്കുന്ന ആളാണ് ഞങ്ങൾ. വൈകുന്നേരങ്ങളിൽ ഏറെ ദിവസങ്ങൾ അവിടെ ക്ലാസ് ഉണ്ടാവും, ഖുറാൻ ക്ലാസ്സും സ്വലാത്തൊക്കെ ഉണ്ടാവും. അതിൽ അവര് ലാസ്റ്റ് പഠനവും കാര്യങ്ങളും ഇതൊക്കെ കഴിഞ്ഞിട്ട് ലാസ്റ്റ് കുറേ സമയം അവര് ഒരു ഇതിങ്ങനെ പറയും, അത് എന്താണെന്ന് എനിക്കറിയില്ല, എന്താ യാ അല്ലാ യാ അല്ലാ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കും. നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും. ഇതാണ് എന്റെ അമ്മ ഒരു മണിക്കൂറുകളോളം എന്റെ അമ്മ ചൊല്ലിയെന്ന് ഈ ഒരു പ്രാർത്ഥനയാണ്. കുറെ ഇമ്മമാരുടെ ചൊല്ലി, ഇമ്മ എന്തൊക്കെയോ ചൊല്ലണം നോക്കി ചൊല്ലിയിട്ടുണ്ട്. പിന്നെ ഈ ഒരു സ്വലാത്ത് നടക്കുന്ന സമയത്ത് എന്റെ എൻഡിൽ കുറെ പ്രാർത്ഥനകൾ പറയുന്നുണ്ട്. ആ പ്രാർത്ഥന എന്റെ അമ്മയ്ക്കാണ് ഒരു മണിക്കൂറുകളോളം എന്റെ അമ്മ ആ പ്രാർത്ഥന ചൊല്ലിയിട്ടുണ്ടാവും. അപ്പൊ ഞാൻ പറഞ്ഞത്, നമ്മൾ ഇതൊക്കെ ചൊല്ലിന്ന് വെച്ചിട്ട് ആ മതത്തിലേക്ക് മാറാന്നുള്ളതല്ല. അപ്പൊ ഞങ്ങള് ഇതൊക്കെ നമ്മള് പിന്നെ ആ കാറ്റ് കുറച്ച് സമയം കഴിഞ്ഞപ്പോ നിന്നു. നമ്മുടെ പ്രാർത്ഥന കൊണ്ടാണെന്നൊന്നും നമുക്കറിയില്ല, അതോ കാറ്റ് നിൽക്കേണ്ട സമയമായപ്പോ കാറ്റ് നിന്നോന്ന് അറിയില്ല. അന്ന് ഒരുപാട് നാശനഷ്ടങ്ങൾ നമ്മൾ ആ പൊട്ടിക്കല്ലിൽ ഉണ്ടായിട്ടുണ്ട്. കൃഷികള്, വാഴ, തെങ്ങ്, വീടിന്റെ കുറെ ഭാഗങ്ങള് കേടായവര്, അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഒരു മനുഷ്യന് പോലും ഒരു ചെറിയ മുറിവ് പോലും അവിടെ ആർക്കും ഇല്ല എന്നുള്ളതാണ് വളരെ ഒരു സന്തോഷമായിട്ടുള്ള ഒരു വാർത്ത. ഒരാഴ്ചയോളം ഒരാഴ്ചയോളം ഞങ്ങൾ എല്ലാവരും ഇതിന്റെ ഒരു സങ്കടത്തിലായിരുന്നു. ഈ ഒരു എന്താ പറയാ, ഒരു പേടി സ്വപ്നമായിട്ട് ഞങ്ങളെ കൂടെ ഒരു മാസമല്ല അതിൽ കൂടുതൽ ഈ ഒരു അന്നത്തെ ഒരു കാറ്റും കാര്യങ്ങളും ഞങ്ങളെ കൂടെ ഉണ്ടായിട്ടുണ്ട്. ഇന്നും ഈ വീഡിയോസ് നമ്മളെ പൊട്ടിക്കല്ലുള്ള ആരെങ്കിലും കാണുകയാണെങ്കിൽ എല്ലാവർക്കും മനസ്സിലാവും ഇത് ഫേക്ക് ആയിട്ടുള്ള കാര്യമല്ല, ജെന്യൂൻ ആയിട്ടുള്ള കാര്യമാണ് ഈ പറയുന്നത് കാറ്റ് ഉണ്ടായത്. അപ്പോ അതും കഴിഞ്ഞ് പിന്നെ കുറെ നാളുകൾ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ഈ കാര്യങ്ങൾ പറഞ്ഞ് ചിരിക്കുകയാണ് ചെയ്യുന്നത്. കാരണം അന്ന് എപ്പോഴും പറയാം, അമ്മയുടെ പേര് ഓമന എന്നാ. അപ്പൊ ചേച്ചിക്ക് ഓമൻ ചേച്ചിക്ക് അന്ന് എന്തൊക്കെയാണ് ചെയ്യുന്നത്,
ഒരു മുസ്ലിമായ ആൾക്ക് പോലും ചിലപ്പോൾ അറിയാത്ത അത്രയും അവരെ പ്രാർത്ഥനകൾ എന്റെ അമ്മയ്ക്ക് ചൊല്ലിയിട്ടുണ്ട്. അത് പേടിന്റെ ഊക്കിൽ വന്നതാണോ എന്താണെന്നൊന്നും അറിയില്ല. അപ്പൊ എല്ലാവരോടും ഇന്നല്ലെങ്കിൽ നാളെ നമ്മളൊക്കെ മരിച്ചു പോകാനുള്ള ആളുകളാണ്. എന്തിനാ വെറുതെ ജാതിയുടെ പേരിലും മതത്തിന്റെ പേരിലൊക്കെ ഇങ്ങനെ വെറുതെ ഓരോന്ന് പറയണത്. മാക്സിമം നമ്മൾ സന്തോഷമായിട്ട് നമുക്ക് ഒരു ലൈഫല്ലേ ഉള്ളൂ, ഒറ്റന്നേ ഉള്ളൂ. ഇനി ഞാൻ ഈ ലൈഫിൽ നന്നായി ഇങ്ങനെ ഇത് പോട്ടെ, ഇങ്ങനെ ദുഷ്ട പ്രവൃത്തികളൊക്കെ ചെയ്യാം, ഇനി ഒരു ലൈഫ് കിട്ടുമ്പോൾ ഞാൻ നല്ല നല്ല ആളായിട്ട് ജീവിക്കാം. അതുകൊണ്ട് നടക്കൂലല്ലോ. ഇപ്പൊ ഒരു മനുഷ്യന്റെ ഒരായുസ് പറഞ്ഞ 60 അതിന്റെ പകുതി നമ്മളൊക്കെ കഴിഞ്ഞു, ഞാനൊക്കെ പകുതി കഴിഞ്ഞു. ഇനിയിപ്പോ പകുതിയിൽ എത്ര കാലം നമ്മൾ ഈ ഭൂമിയിൽ ഉണ്ടാവും എന്നുള്ളതൊന്നും അറിയില്ല. അപ്പൊ മാക്സിമം ഹാപ്പി ആയിട്ടുള്ള ഞാനിപ്പോ എന്താണ് ചെയ്യുന്നത്, കുറച്ച് കാലങ്ങളായിട്ട് ഞാൻ എന്നെ തന്നെ എനിക്ക് എന്താണ് ഹാപ്പി കിട്ടുന്നത് ആ കാര്യങ്ങളാണ് ഞാൻ ചെയ്യുന്നത്. മറ്റുള്ളവർ എന്ത് പറയണോ എന്നുള്ളത് നോക്കി നിന്നാല് നമുക്ക് എങ്ങോട്ടും പോകാൻ പറ്റൂല, എവിടേക്കും തിരിയാൻ പറ്റൂല, ഒന്നും ചെയ്യാനും പറ്റൂല. അപ്പൊ മാക്സിമം ഞാൻ എന്നെ ഹാപ്പി ആക്കുന്ന കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എപ്പോഴും ശ്രമിക്കുന്നത്. അപ്പൊ ഇന്നത്തെ വീഡിയോ ആർക്കെങ്കിലും പേഴ്സണലി എന്താ പറയാ ഒരു വേദന വന്നിട്ടുണ്ടെങ്കിൽ, ആരെങ്കിലും ഞാൻ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ക്ഷമ ചോദിക്കുകയാണ്. ഒരാളെ വേദനിപ്പിക്കാൻ വേണ്ടിയിട്ടുമല്ല, എന്താ പറയാ ഒരാൾക്ക് സങ്കടം തരാൻ വേണ്ടിയിട്ടുമല്ല, ഒരു മതക്കാരെ പൊക്കാനും മറ്റുള്ള മതക്കാരെ താഴ്ത്തി കാണിക്കാനും വേണ്ടിയിട്ടല്ല. നമ്മൾ കുഞ്ഞുനാളിലെ ശീലിച്ചു പോരുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ കുഞ്ഞുനാളിലെ നമ്മൾ ചെയ്യുന്ന കുറെ കാര്യങ്ങൾ ഉണ്ടല്ലോ, അത് നിങ്ങളായിട്ട് ഷെയർ ചെയ്തേ ഉള്ളൂ. അതിന് വന്നിട്ടുള്ള കമന്റിന് ഞാനിപ്പോ മറുപടി തന്നെന്ന് മാത്രമേ ഉള്ളൂ. ഇനിയിപ്പോ വരും കാലങ്ങളിലൊക്കെ എന്റെ മക്കള് ചിലപ്പോ അവരെ ഏത് ലൈഫാണ് ആഗ്രഹിക്കുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. ചിലപ്പോ അവർക്ക് ഇത് ഇഷ്ടപ്പെടുമെന്ന് പറയാൻ പറ്റില്ല. ഈ ഒരു നിമിഷം വരെ അവരുടെ ആ ഒരു ഫുഡ്, അവരുണ്ടാക്കുന്ന ആ ഒരു കറി, അതിനൊക്കെ ഒരുപാട് എന്താ പറയാ ഇഷ്ടപ്പെടുന്ന കുട്ടികളാണ് എന്റെ മക്കള്. ഞാൻ ഇഷ്ടപ്പെടുന്ന ആളാണ്, അപ്പൊ എന്റെ മക്കൾ അത് ഇഷ്ടപ്പെടുന്ന ആളാണ്. അല്ലെങ്കിൽ അവരെ പിന്നെ മുസ്ലിം കുട്ടികളായിട്ട് കൂട്ടുകൂടുകയും അവരൊക്കെ വീട്ടിൽ പോവുകയും അവരെ വീട്ടിലുള്ള ഫുഡ് കഴിക്കുകയും അവരോടൊക്കെ തോളോട് തോള് ചേർന്ന് നടക്കണേ ഒക്കെ ആളുകളാണ് നമ്മളെയൊക്കെ മക്കള്. അപ്പൊ എന്നും അവർക്കൊക്കെ അതുപോലെ സാധിക്കട്ടെ. എല്ലാവരും എന്താ മനുഷ്യനായി കാണാൻ എല്ലാവർക്കും പറ്റട്ടെ. മതങ്ങൾക്കും അപ്പുറത്തേക്ക് എന്താ പറയാ നമ്മുടെയൊക്കെ സ്നേഹം വളരട്ടെ. അത് മാത്രമേ എല്ലാവരോടും പറയാനുള്ളൂ. അപ്പോ എല്ലാവർക്കും ഒരു എന്താ പറയാ പെരുന്നാൾ ആശംസകൾ നേരെയാണ്. അപ്പൊ ഇനി നമ്മുടെയൊക്കെ വീഡിയോസ് നിങ്ങൾ കാണണം, സപ്പോർട്ട് ചെയ്യണം. ഇത്തിരി നാള് സപ്പോർട്ട് ചെയ്തപോലെ തന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ഇനി നെഗറ്റീവ് ആരും പറയരുത്. അതിൽ കുഞ്ഞു കുഞ്ഞു നെഗറ്റീവുകളൊന്നും പറയുന്നത് കുഴപ്പമില്ല. പക്ഷെ നെഗറ്റീവ് ഒരു കണക്കിന് നോക്കുമ്പോൾ നെഗറ്റീവ് വരണം. നെഗറ്റീവ് വരുമ്പോഴാണ് നമ്മള് അതാണ് നമ്മുടെ ഉയർച്ച എന്ന് പറയുന്നത്. നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ നമുക്ക് നെഗറ്റീവ് വരുന്നുണ്ടെങ്കിൽ അതാണ് നമ്മൾ സക്സസ് ആയി എന്നുള്ളതാണ്. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ 100% സക്സസ് ആവുന്നുണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. യൂട്യൂബിൽ പ്രത്യേകിച്ച് യൂട്യൂബിൽ നല്ല എന്ത് കാര്യം നമ്മൾ ചെയ്യുകയാണെങ്കിലും നെഗറ്റീവ് വരുന്നുണ്ടോ അപ്പൊ വിചാരിച്ചോണം നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ സക്സസ് ആയിട്ടുണ്ട് എന്നുള്ളത്. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നെഗറ്റീവ് വരിക എന്നുള്ളത്. അപ്പൊ ഓക്കെ, ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാ കുട്ടികൾക്കും ടാറ്റാ ബൈ, സീ യു, താങ്ക്സ് ഫോർ വാച്ചിങ്.